ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവജനമേ, കേരള കത്തോലിക്ക സഭയിലെ 3 റീത്തുകളിലെയും ഞായറാഴ്ചയുള്ള സുവിശേഷ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ വായിക്കുക. അതോടൊപ്പം അതിൻ്റെ സാരാംശവും ഹ്രസ്വരൂപേണ പറയുന്നതാവും. സുവിശേഷം ദൈവശക്തി, സുവിശേഷം നമ്മളെ സൗഖ്യപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവെ നയിക്കണമേ. ആദ്യമായി ലത്തീൻ ക്രമത്തിലുള്ള വായന. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അവൻ പുറത്തുപോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും, ഉടൻ തന്നെ മഹത്വപ്പെടുത്തും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം കേട്ടത്. ക്രിസ്തു ശിഷ്യർക്ക് നൽകുന്ന പുതിയൊരു കൽപ്പനയാണ് യോഹന്നാൻ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. പരസ്പരം സ്നേഹിക്കാൻ ക്രിസ്തു നൽകുന്ന ഈ പുതിയ കൽപ്പന എന്നേക്കുമുള്ള ഒരു കൽപ്പനയായി ക്രൈസ്തവ ജീവിതത്തിൽ നിലനിൽക്കുന്നു. ക്രിസ്തു ശിഷ്യരുടെ അല്ല, നമ്മളുടെ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റിയാണ് ഈ സ്നേഹം. ക്രിസ്തു പഠിപ്പിച്ച ഈ സ്നേഹം അത് നമ്മെ സ്നേഹിക്കുന്നവരോട് മാത്രമുള്ളതാവരുത്, ശത്രുക്കളോടും അങ്ങനെ തന്നെ വേണം. ക്രൈസ്തവ ജീവിതത്തിൽ നാം എന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു പാഠമാണിത്, ഒരു നല്ല പാഠം. പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത്. ആ സ്നേഹം മിത്രങ്ങളോടെന്ന പോലെ ശത്രുക്കളോടും നാം പ്രകടിപ്പിക്കണം. ദൈവസ്നേഹം ഒരിടത്തും കുറയുകയോ കൂടുകയോ ചെയ്തിട്ടില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച ക്രിസ്തു തന്നെയായിരിക്കട്ടെ എന്നും നമ്മളുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാതൃക. അടുത്തതായി സീറോ മലബാർ ക്രമത്തിലെ വായനയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്. ശിമിയോൻ പത്രോസ്, ദിദിയോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലിയയിലെ കാനായിൽ നിന്നുള്ള നഥാനിയേൽ, സബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമിയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമിയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറംകുപ്പായം എടുത്തു ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറേ കൊണ്ടുവരുവീൻ. ഉടനെ ശിമിയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവീൻ. ശിഷ്യന്മാരിലാരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. രാത്രി മുഴുവൻ പരിശ്രമിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് തുറന്നു പറയുന്ന ഒരാളുടെ വിഷമം തികച്ചും വലിയൊരു വിഷമം തന്നെയാണ്. സ്വന്തം പരിമിതികളുടെയും നിസ്സാരതകളുടെയും ഏറ്റുപറച്ചിലാണത്. തൻ്റെ കഴിവുകൊണ്ട് സാധിച്ചില്ല എന്ന കീഴടങ്ങലാണത്. ദൈവത്തിൻ്റെ സഹായത്തോടെയുള്ള മീൻപിടുത്തത്തിൻ്റെ വിജയത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്.
നമ്മളുടെയൊക്കെ ജീവിതത്തിലെ പല അവസ്ഥയിലുള്ള പരാജയങ്ങളിലും വീഴ്ചകളിലും നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത് എന്ന വലിയൊരു സന്ദേശം ഇതിലുണ്ട്. പരാജയങ്ങളും പരിമിതികളുമായി യേശുവിൻ്റെ മുമ്പിൽ നിൽക്കാനും കർത്താവിനോട് അതെല്ലാം ഏറ്റുപറയാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് പുതിയ വഴികൾ നമുക്ക് മുൻപിൽ തുറന്നു വരുന്നത്. കാരണം നമ്മൾ ദൈവമാകുന്നത് നിർത്തുമ്പോൾ നമ്മുടെ അഹം എന്ന ഭാവം ഇല്ലാണ്ടാവും. നമ്മുടെ അഹം ചിന്തകൾ അവസാനിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ സാധ്യതകൾ ആരംഭിക്കുന്നത് എന്നത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. അപ്പോൾ മാത്രമേ വിജയം സംഭവിക്കൂ. അപ്പോഴാണ് വിരുന്നൊരുക്കി നമുക്കായി കാത്തിരിക്കുന്ന കർത്താവിനെ നമുക്ക് ദർശിക്കാൻ സാധിക്കുക. ഇനി സീറോ മലങ്കര ക്രമത്തിലെ വായനയാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്നു വിറച്ചു. ഭൂതത്തെയാണ് കാണുന്നത് എന്ന് അവർ വിചാരിച്ചു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവീൻ. എന്നെ സ്പർശിച്ചു നോക്കുവീൻ. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിന് ഇല്ലല്ലോ. എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ? ഒരു കഷ്ണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവീൻ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അപ്പസ്തോല സംഘത്തിന് യേശു പ്രത്യക്ഷപ്പെടുന്നതും അവരെ സുവിശേഷ ദൗത്യം നൽകി അയക്കുന്നതുമാണ് ഈ സുവിശേഷ ഭാഗം. ഈ തിരുവചനത്തിൽ പ്രധാനമായും കാണുന്നത് ദൈവസ്നേഹം, ദൈവാനുഭവം പങ്കുവയ്ക്കുന്നവരാകണം നമ്മൾ എന്നതാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരും ശിമയോനും അവർക്ക് ലഭിച്ച ദൈവാനുഭവം പങ്കുവയ്ക്കുന്നിടത്താണ് യേശു പ്രത്യക്ഷപ്പെടുന്നത്. എൻ്റെ ജീവിതത്തിലൂടെ ഈ പങ്കുവയ്ക്കുമ്പോൾ നടക്കുമ്പോഴേ ക്രിസ്തവാനുഭവം, ക്രിസ്തുവിൻ്റെ അനുഭവം എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും എൻ്റെ കുടുംബത്തിലും പ്രത്യക്ഷമാകും. യേശുവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. എങ്കിലും യേശു എൻ്റെ കൂടെ ഇല്ല എന്ന് ചിന്തിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, നിത്യ ഉള്ള ജീവിതത്തിൽ ഉണ്ടാകാം. എൻ്റെ രോഗാവസ്ഥയിൽ, എൻ്റെ സഹനങ്ങളിൽ, എൻ്റെ ജോലിയില്ലായ്മയിൽ, എൻ്റെ ദാമ്പത്യ ജീവിത തകർച്ചയിൽ, എൻ്റെ ക്യാൻസർ രോഗാവസ്ഥയിൽ, എൻ്റെ മാനസിക വ്യഥയിൽ, കുഞ്ഞുങ്ങളുണ്ടാവാത്ത അവസ്ഥയിൽ, എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടിൽ, എൻ്റെ നൊമ്പരങ്ങളിൽ, സാമ്പത്തിക പരാധീനതകളിൽ, ഇവയെല്ലാം എന്നെ ഞെരുക്കുന്ന അവസ്ഥ, കഷ്ടതയിൽ അവൻ കൂടെയില്ല എന്ന് നമ്മൾ കരുതുന്ന അവസ്ഥ, അവൻ അപ്പോഴും കൂടെയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനം പറയുന്നത് പോലെ കർത്താവിന് വേണ്ടി കാത്തിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ഏത് പ്രതികൂല ഘട്ടങ്ങളിലും മൗന സാന്നിധ്യം വെടിയുന്ന നല്ല വ്യക്തികളായി നമുക്ക് മാറാം. ഈ കാലഘട്ടത്തിൽ ദൈവസ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കാം, സ്നേഹിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.